Hi, I am Rogers Jose, Managing Director of Alpha Academy, ആലപ്പുഴ, കോട്ടയ്ക്കൽ ആൻഡ് UAE. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക്, അത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സെക്ടർ, ആർക്കിടെക്റ്റ് കോഴ്സുകൾ, ഫാർമസി കോഴ്സുകൾ, ഈ 4 സെക്ടറിലേക്കും കേരളത്തിൽ 2026 പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷൻ തുടങ്ങുമ്പോൾ അതിന് വേണ്ട ഡോക്യുമെന്റ്സുകളെ കുറിച്ച് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡോക്യുമെന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഗവൺമെന്റിൽ നിന്ന് നാം കളക്ട് ചെയ്യേണ്ട, വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നാം ഡിസ്കസ് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ്. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാമിനേഷൻസ്, നീറ്റ് എക്സാം, JEE എക്സാമിനേഷൻ പോലെയുള്ള പരീക്ഷകൾക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോണം, കീമിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം ഓരോ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ അത് നോട്ടിഫൈ ചെയ്ത് വേണം ഈ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാൻ. കളക്ട് ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ ഇതിൽ പർപ്പസ് കാണിച്ചിരിക്കുന്നത് ഒരു എംപ്ലോയബിലിറ്റി പർപ്പസ് എന്നോ അല്ലെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നോ ആണ് എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കളക്ട് ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടെന്ന് മെൻഷൻ ചെയ്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ നാം കളക്ട് ചെയ്യണം. ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നാം കളക്ട് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഇൻട്രഡക്ഷൻ ആയിട്ട് തന്നെ പറയട്ടെ, ഇപ്പൊ പറയുന്ന ഈ എൻട്രൻസ് കമ്മീഷൻ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടങ്ങുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ വേണ്ട ഡോക്യുമെന്റ്സുകളുണ്ട്. ആ ഡോക്യുമെന്റ്സുകളെ കുറിച്ചൊക്കെ കൃത്യമായി ആ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസിന്റെ അപ്ഡേറ്റ്സുകളും ന്യൂസുകളും ഒക്കെ ലഭിക്കാൻ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഏത് ഒരു +2 കഴിയുന്ന വിദ്യാർത്ഥിക്ക് 2026 എഴുതാനുള്ള 42ഓളം എൻട്രൻസ് പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രൊസീജിയറിൽ ഒരു ഡൗട്ട് വന്നാൽ ആൽഫയിലെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി അതുമല്ല, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറേ ഫെസിലിറ്റികൾ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലപ്പുഴയിലോ കോട്ടയ്ക്കലിലോ UAEയിലുള്ള ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നാം കരസ്ഥമാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന്, ജനറൽ കാറ്റഗറിയിൽ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ പ്രൊഫഷനിലേക്കോ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്കോ ആർക്കിടെക്ട് കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കോ അഡ്മിഷൻ വേണ്ടാനുള്ള നോർമൽ സർട്ടിഫിക്കറ്റുകളും, രണ്ടാമതായിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ NRI സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുന്ന NRI സ്റ്റാറ്റസിനുള്ള സർട്ടിഫിക്കറ്റും. അപ്പൊ ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് NRI സർട്ടിഫിക്കറ്റും മറ്റൊന്ന് നോർമൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റുകളും. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കേരളൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനാണ് കേരളത്തിലുള്ള എല്ലാ റിസർവേഷൻസും കിട്ടുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ഡോക്യുമെന്റ് നമുക്ക് വേണം. അപ്പൊ എല്ലാ കാൻഡിഡേറ്റ്സും തിങ്ക് ചെയ്യുക, എൻ്റെ കയ്യിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇനഫ് ആണ് നമുക്കിതിനെ അപ്ലോഡ് ചെയ്യാൻ. ഇനി ഇതില്ലെങ്കിൽ
നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ 10th സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതിന് മതിയാവും. ഇനി ഇതില്ലാത്തവർ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. ഇനി ഇതാണ് ഒന്നാമതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് റിസർവേഷൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അവരിൽ ഈ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് അവർ കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആണ് EWS സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 10% സീറ്റാണ് റിസർവേഷൻ ഉള്ളത്. ആ സീറ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നാം കളക്ട് ചെയ്യണം. ഇത് കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഈ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കേരള എൻട്രൻസ് കമ്മീഷൻ പറയുന്ന നോംസ് ഉണ്ട്. നമ്മുടെ ഒരു കാൻഡിഡേറ്റിന്റെ ആനുവൽ ഇൻകം ഇത്ര രൂപയിൽ താഴെ ആയിരിക്കണം. അതിനോടൊപ്പം നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കണം. ഒരു കാൻഡിഡേറ്റിന് ഉണ്ടാവേണ്ട സ്ഥലം എത്ര ഏരിയ ആയിരിക്കണം. ആ കാൻഡിഡേറ്റിന്റെ വീട്ടിലുള്ള പേരൻസോ അല്ലെങ്കിൽ സഹോദരങ്ങളോ വിദേശ രാജ്യത്തോ ഗവൺമെന്റ് സർവീസിലോ ഉള്ളവരായിരിക്കാൻ പാടില്ല. അപ്പൊ ഈ നോംസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് നാം കീപ്പ് ചെയ്യണം. അപ്പൊ ഈ EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മൂന്നാമത്തത് ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ 35% സീറ്റ് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഇപ്പൊ കേരളത്തിൽ 21 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ക്യാമ്പസുകളുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസുകളിലെ 35% സീറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ആ കമ്മ്യൂണൽ റിസർവേഷൻ വെച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണൽ റിസർവേഷന്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും നാം കളക്ട് ചെയ്ത് വെക്കണം. അപ്പൊ അല്ലാത്ത ബാക്കി ആരും തന്നെ ഈ കമ്മ്യൂണൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് നമ്മളെങ്കിൽ, അതും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്ത് വെക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ്. നാലാമതായിട്ട് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഇൻകം സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും ആവശ്യമില്ല. നമ്മുടെ ആനുവൽ ഇൻകം 8 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമേ ഇല്ല. ഇനി അതുകൂടാതെ SC, ST, OEC കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്കും ഈ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തിനാണ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? ഒരു 8 ലക്ഷം രൂപയിൽ താഴെ ഇൻകം ഉള്ള കാൻഡിഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പുകളോ ഫീസ് കൺസെഷനോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, ആനുവൽ ഇൻകം 8 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും അപ്ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫീസ് സ്കോളർഷിപ്പുകളും കൺസെഷനും ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും നമുക്കിത് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് എത്രയും നേരത്തെ തന്നെ വാങ്ങിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ 5th വൺ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് SC, ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ഡോക്യുമെന്റ്സുകളെ കുറിച്ച് എല്ലാം പറഞ്ഞത് ഇതെല്ലാം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നായിരുന്നു കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ SC, ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കുക, താലൂക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ, കേരള എൻട്രൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് SC, ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത് നാം കീപ്പ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെയാണ് ആവശ്യം വരിക? ഒരു SC കാറ്റഗറിയിലോ ST കാറ്റഗറിയിലോ അതുപോലെ OEC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാണ് വരുന്നത്? ഒരു ജനറൽ റിസർവേഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ, അത് OBC കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിനോടൊപ്പം അതിൽ തന്നെ വരുന്ന സബ് ഡിവിഷൻസ് ആയ മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി,
ഈഴവ കമ്മ്യൂണിറ്റി, ലാറ്റിൻ കത്തോലിക്ക്, കുശവൻ, കുടുംബി, അതുപോലെ വരുന്ന എല്ലാ കാറ്റഗറിയിൽ റിസർവേഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളും അത് OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്താൽ വെച്ചാൽ മാത്രമേ നമ്മളെ ഈ റിസർവേഷൻ കൺസിഡർ ചെയ്യുന്നതിലേക്ക് നമ്മളെ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇതാണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. ആവശ്യമുള്ളവർ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് OEC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി വേണ്ടത്. നമുക്കറിയാം OEC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ, ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു MBBS കോഴ്സ് ഒക്കെ പഠിക്കണമെങ്കിൽ 8 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഫീസ് വരിക. പക്ഷേ OEC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ സൗജന്യമായിട്ടാണ് പഠിക്കാൻ പറ്റുക. അപ്പോൾ അവർക്ക് ഈ ഒരു കമ്മ്യൂണൽ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ OEC കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാസ്റ്റ് ആണ് അല്ലെങ്കിൽ റിലീജിയൻ ആണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഏതൊക്കെ ഒരു 26ഓളം കമ്മ്യൂണൽ റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളെയാണ് ഈ OEC കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം OEC കമ്മ്യൂണൽ റിസർവേഷന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത് നാം നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് SC/BC കമ്മ്യൂണിറ്റിയിലോ OEC കമ്മ്യൂണിറ്റിയിലോ ഉള്ള പേരൻസിന്റെ മക്കളാണെങ്കിൽ, ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് SC/ST കാറ്റഗറിയിലുള്ള പേരൻസ് ആണ്. ഇതേപോലെ ഇന്റർകാസ്റ്റ് മാരേജിലൂടെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് കളക്ട് ചെയ്യേണ്ട ഈ സർട്ടിഫിക്കറ്റ് ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ആർക്കാണ് വേണ്ടതെന്നും എവിടുന്നാണ് കളക്ട് ചെയ്യേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് NRI സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ആവശ്യമില്ല. നമുക്കൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ, അത് മെഡിക്കലോ എഞ്ചിനീയറിങ്ങോ ആർക്കിടെക്റ്റോ ഏത് സെക്ടർ ആവട്ടെ, നമുക്കൊരു കോഴ്സിൽ ഒരു ക്യാമ്പസിൽ 15% സീറ്റ് എന്ന് പറയുന്നത് NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉയർന്ന ഫീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉയർന്ന ഫീസ് കൊടുത്ത് NRI കോട്ട സീറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ NRI സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അവിടെ വേണ്ടി വരുന്നത് 5 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റുകളാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒന്നാമതായിട്ട് വേണ്ടത് പാസ്പോർട്ടാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത്, ഇപ്പൊ ഏത് കാൻഡിഡേറ്റ് ആണോ ഒരു അഡ്മിഷൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നത്, ആ കാൻഡിഡേറ്റിന്റെ ബ്ലഡ് റിലേഷനിലുള്ള ഒരാള് സ്പോൺസറായി മാറണം. അദ്ദേഹത്തിന് NRI സ്റ്റാറ്റസ് ഉണ്ടാവണം. അത് പേരൻസ് ആവാം, അല്ലെങ്കിൽ ക്ലോസ് ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരാവാം. അപ്പൊ അവരുടെ ഒരു വിസ എൻട്രി ചെയ്തിട്ടുള്ള ഒരു ജോബ് ഉണ്ടെന്നുള്ളതിന്റെ എംബസി അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടാവണം. മൂന്നാമത്തെ വേണ്ട ഡോക്യുമെന്റ് എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതും എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ കാൻഡിഡേറ്റും ഈ സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാം. അഞ്ചാമതായിട്ട് വേണ്ടത് അഫിഡവിറ്റ് ആണ്. ഈ കാൻഡിഡേറ്റിനെ ഈ കോഴ്സ് തീരുന്നത് വരെ ഫീസും ഹോസ്റ്റൽ ഫീസും എക്സ്ട്രാ ഫീസും എന്ത് കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തോളാം എന്ന് ഈ സ്പോൺസർ സാക്ഷ്യപ്പെടുത്തുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു അഫിഡവിറ്റ് ആണ്. ഇങ്ങനെ 5 സർട്ടിഫിക്കറ്റുകളാണ് നാം കളക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഓരോ കാറ്റഗറിയിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾ എനിക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് മാത്രം കളക്ട് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇതിൽ SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ കീമിന്റെ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നീറ്റിന്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള MBBSനും അതുപോലെ കോഴ്സുകൾ BDSും കോഴ്സിനൊക്കെ ആപ്ലിക്കേഷൻ ഇൻവിറ്റേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ അതിന് സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം
+2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ നീറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇൻകം സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളോ EWS സർട്ടിഫിക്കറ്റുകളോ ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് താലൂക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തതാണെങ്കിൽ അത് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഇൻകം സർട്ടിഫിക്കറ്റിനൊക്കെ എപ്പോഴും 1 ഇയർ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ തന്നെ 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത്. ഈ സർട്ടിഫിക്കറ്റുകൾ നോർമലി കീമിന് വേണ്ടതെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്, SC/STയുടേതെല്ലാം താലൂക്ക് ഓഫീസിൽ നിന്നും. ഇങ്ങനെ നമുക്ക് കീമിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രൊസീജിയർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയധികം ടെൻഷനിലേക്ക് പോകാതെ ആപ്ലിക്കേഷൻ ഇതിനുള്ള ഡോക്യുമെന്റ്സുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻട്രൻസ് കമ്മീഷണർ നേരത്തെ തന്നെ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇവിടുത്തെ ഫോൺ നമ്പർ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ സംശയങ്ങൾ മാത്രമല്ല, ഇനി കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആൽഫയുടെ ആലപ്പുഴ ക്യാമ്പസിലോ കോട്ടക്കൽ ക്യാമ്പസിലോ UAE ക്യാമ്പസിലോ നിങ്ങൾക്ക് നേരിട്ട് വരാം. വന്ന് നിങ്ങളെ ഓൺലൈനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പ് ഡെസ്കും എക്സ്പേർട്ട് ടീച്ചേഴ്സിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ചെയ്യാനും ആൽഫ അക്കാഡമി നിങ്ങളെ ഗൈഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇനി ആപ്ലിക്കേഷൻ ഇൻവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കീമിന്റെ മാത്രമല്ല, ഈ ഒരു +2 കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്ന 42ഓളം വിവിധ എൻട്രൻസ് പരീക്ഷകളുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് കീമിന്റെ എൻട്രൻസ് കമ്മീഷൻ നൽകിയ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതേപോലെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.